ഓണം കേരളത്തിൽ മാത്രമല്ല ഇപ്പോഴും ആഘോഷിക്കുന്നത്. നമ്മുടെ ആന്ധ്രയിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ ബ്രഹ്മോത്സവം എന്നുള്ള പേരിൽ തിരുവോണം ആഘോഷിക്കാറുണ്ട്, ചിങ്ങത്തിരുവോണം. ഉടുപ്പിയിൽ ശ്രീകൃഷ്ണൻ്റെ അവിടുത്തെ ഉടുപ്പി ദേവൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠോത്സവം എന്നുള്ള നിലയ്ക്ക് അവിടെ ഓണം ആഘോഷിക്കാറുണ്ട്. ഓണത്തിന് തെക്കോട്ട്, വിശേഷിച്ച് മധ്യ കേരളവും തെക്കോട്ടുമൊക്കെ വെജിറ്റേറിയൻ ഭക്ഷണം തന്നെ ആകണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷേ നമ്മൾ കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ നോൺ വെജിറ്റേറിയൻ കോഴിയിറച്ചി നിർബന്ധമാണ് ഓണത്തിന്. നമ്മളെ പന്നിൻ്റെ വീന്തൻ്റെയൊക്കെ നാട്ടിൽ വെളുക്കുന്നത് വരെ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞാണ്, വെളുക്കുന്നത് വരെ ഇറച്ചിക്കടകൾ തുറന്നിരിക്കും ഒന്നാം ഓണത്തിന്. അതുപോലെ ഓണത്തപ്പൻ എന്ന് പറയുന്നത്, നമ്മൾ അപ്പൻ തമിഴ് സ്വാധീനമുള്ള പദമാണ് ഓണത്തപ്പൻ. ഓണത്തമ്മയുണ്ട്, പലരും നമ്മൾ മറന്നു പോകുന്നത്. ഓണത്തമ്മ എന്ന് പറയും ത്തെക്കുറിച്ച് പറയുന്നത് ഉത്രാടപ്പാച്ചിലൊഴിഞ്ഞ നേരം ഓണത്തലേന്നുള്ളോരന്തി നേരം ഓടിയെത്തുന്നുണ്ടെൻ്റെ ഓണത്തമ്മ, അങ്ങനെ പാടിപ്പോകുന്ന ഒരു സമ്പ്രദായം ഓണത്തമ്മയെ ആഘോഷിക്കുക. ഇത് വേറെ ഇല്ല, മധ്യ കേരളത്തിൽ മാത്രം, കുട്ടനാടൻ പ്രദേശങ്ങളിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഓണത്തിന് വിവിധ രീതിയിൽ ആഘോഷിക്കാം, കുടിച്ചും കുടിക്കാതെയും ആഘോഷിക്കാം. ഓണത്തമ്മയെ നമുക്ക് ഈ പറഞ്ഞതുപോലെ സ്വീകരിച്ച് നിലവിളക്ക് കൊളുത്തി, ഓണത്തിൻ്റെ തലേ ദിവസം നിലവിളക്ക് കൊളുത്തി ഇത് ചെയ്യണമെന്നാണ്. കാക്കവന്നം കതിർവിളക്ക് അടുക്കളയ്ക്ക് അകത്തരിക, തൂക്കുവന്നം തുടർവിളക്ക് അടുക്കളയ്ക്ക് പുറത്തെരിക, ഓണമഞ്ചും കഴിവോളം നിലവിളക്ക് നിന്നരിക, ഓണമഞ്ചും കഴിവോളം നിലവിളക്ക് നിന്നരിക. പാക്കനാർ പാട്ട്. പാക്കനാർ പറയ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ ഓണം ആഘോഷിക്കാനുള്ള ഒരവസരം കൂടി സംജാതമാകുന്നു എന്നുള്ള ഓണത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. വെജിറ്റേറിയനായി നോൺ വെജിറ്റേറിയനായി നമുക്ക് ആഘോഷിക്കാൻ പറ്റും. അപ്പോൾ ഈ ഓണത്തിനെ നമ്മൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ ആഘോഷിക്കാൻ പറ്റും. പക്ഷെ കേരളത്തിലേക്ക് ഓണം എന്നാണ് വന്നത്? കേരളത്തിൽ 9-ാം നൂറ്റാണ്ടിലാണ് ഇതിനെക്കുറിച്ചുള്ള ശിലാലിഖിതമുള്ളത്. അതായത് ഓണത്തിന് ബ്രാഹ്മണർക്ക് നിത്യ ഭക്ഷണത്തിനായി കുറേ നിലങ്ങൾ വിട്ടുകൊടുക്കുന്ന ഒരു ഉത്തരവാണ് ശിലാലിഖിതമായി. പക്ഷേ അതിനു മുമ്പേ ഓണം ഉണ്ടായിരുന്നു എന്നുള്ളതിന് വേറെ ചില തെളിവുകളുണ്ട്. നമ്മൾ ഈ തൃക്കാക്കര ക്ഷേത്രം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുരുനാട് എന്ന് പറയുന്ന ഒരു നാട് നമുക്കുണ്ടായിരുന്നു. തിരുവിതാംകൂറിനും കൊച്ചിക്കും മധ്യേ കുരുനാട് എന്ന് പറയുന്ന ഒരു നാടുണ്ടായിരുന്നു. ഈ കുരുനാട് അനന്തരാവകാശികളില്ലാതെ കൊച്ചി രാജ്യത്ത് ജയിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ 15-16 നൂറ്റാണ്ട്. അതിനു മുമ്പ് ഈ ഭാഗം പാണ്ഡ്യന്മാർ ആക്രമിച്ച് കീഴടക്കി. അങ്ങനെ പാണ്ഡ്യനാട്ടിൽ ആഘോഷിച്ചിരുന്ന ഓണം കേരളത്തിലേക്ക് അവർ പറിച്ചു നടുകയാണ് ചെയ്തത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഓണം ആഘോഷിക്കപ്പെട്ടത് കൊച്ചി അല്ലെങ്കിൽ മധ്യ കേരളം മാത്രമായിരുന്നു. അങ്ങനെ മധ്യ കേരളത്തിൽ നിന്ന് വടക്കോട്ടും മധ്യ കേരളത്തിൽ നിന്ന് തെക്കോട്ടും പിന്നെ വ്യാപിച്ചതാണ് എന്നുള്ള നിരവധി തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. ഒരു ഉദാഹരണം, നമ്മൾ തൃക്കാക്കര അപ്പനെ വയ്ക്കാറുണ്ട്. തൃക്കാക്കര അപ്പനെ വയ്ക്കുന്നത് 3 സ്തൂപികകളാണ്. പ്രത്യേക രൂപമൊന്നുമില്ല, മനുഷ്യരൂപം മറ്റൊരു രൂപം കൊടുക്കാറില്ല. ഒരു ഇലയിൽ 3 സ്തൂപികകളാണ് നമ്മൾ വയ്ക്കാറുള്ളത്. ഈ സ്തൂപികൾ വയ്ക്കുകയും പൂജയും കർമ്മവും ഒക്കെ ചെയ്യും. അത് കുട്ടികൾക്ക് ചെയ്യാം, മുതിർന്നവർക്ക് ചെയ്യാം, അല്ലാത്തവർക്കൊക്കെ ചെയ്യാം. അതിന് ബ്രാഹ്മണൻ വേണമെന്നോ പൂജാരി വേണമെന്നോ അങ്ങനെ നിർബന്ധങ്ങൾ. ഈ 3 സ്തൂപിക നിങ്ങൾ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലേക്ക് പോവുക. ആ തമിഴ്നാട്ടിലെ ഈ ഓരോ തെരുവിനും ഓരോ രക്ഷാദേവതകളുണ്ട്. ആ രക്ഷാദേവതകളെല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്ന സ്തൂപികകളായിട്ടാണ്. സ്തൂപികാ പൂജ. ഇനി ദൂരെ എങ്ങും പോണ്ട, തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടിയിലേക്ക് പോകുന്ന ഇടത്ത് കറുപ്പസ്വാമി അമ്പലം എന്നൊരമ്പലമുണ്ട്. ആ അമ്പലം
തമിഴ് വംശജരുടേതാണ്, പൂർണ്ണമായും തമിഴരുടെയാണ്. കാരണം പൊന്മുടി എസ്റ്റേറ്റിൽ ജോലിക്ക് വന്ന തമിഴർ, അവരുടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ പ്രതിഷ്ഠ 3 സ്തൂപികകളാണ്. ഈ 3 സ്തൂപിക വെച്ചുകൊണ്ടാണ് മധ്യ കേരളത്തിൽ തൃക്കാക്കരപ്പനെ ആരാധിക്കുക. തെക്കോട്ട് തൃക്കാക്കരപ്പനെ ആരാധിക്കുന്ന പതിവൊന്നുമില്ല. പിന്നെ ചെല്ലു പറയുന്ന ഇതിൽ യഥാർത്ഥം നമ്മളിവിടെ വഴിതെറ്റിച്ചിരിക്കുന്ന കുറേ സാംസ്കാരിക പണ്ഡിതന്മാരാണ്. അവർ പറഞ്ഞത് ഇത് കാർഷികോത്സവമാണ്. എങ്ങനെയാണിത് കാർഷികോത്സവം? കേരളത്തിൽ നമുക്കറിയാം, റബ്ബർ വന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ഓണം അതിന് മുമ്പേ ഉണ്ട്. അപ്പോൾ റബ്ബറും ഓണവുമായി ബന്ധമില്ല. പിന്നെന്താ ഉള്ളത്? ഇവിടുത്തെ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തിക നിലവാരം നിശ്ചയിക്കുന്നത് 2 ഉൽപ്പന്നങ്ങളാണ്. 3 ഉൽപ്പന്നങ്ങളാണ്. ഒന്ന് കുരുമുളക്, തേങ്ങ, നെല്ല്. കുരുമുളകിൻ്റെ കാലം നമുക്കറിയാം വൃശ്ചികം ധനു മാസങ്ങളാണ്. തേങ്ങയുടെ കാലം നമുക്കറിയാം അത് കുംഭം മീനം മേടം വരെയാണ്. ഈ സാധാരണ കർക്കിടകത്തിന് കർക്കിടക കൂരി എന്നൊക്കെ പറയുക. കർക്കിടകത്തിൽ ഏറ്റവും വിളവ് കുറഞ്ഞ സമയമാണ് കർക്കിടകം. ചിങ്ങത്തിൽ തീരെയില്ല. നെല്ല്, ചിങ്ങത്തിൽ നെല്ലില്ല. പലരും പറയുന്നത് അങ്ങനെയല്ല, ചിങ്ങത്തിൽ കൊയ്യില്ല. നമുക്ക് കന്നി കൊയ്ത്തേ ഉള്ളൂ, ചിങ്ങക്കൊയ്ത്തില്ല. ചിങ്ങത്തിൽ മഴക്കാലമാണ്, മഴ തീരുന്ന സമയമാണ്. മഴ ഉണ്ടാകാം, വൈക്കോൽ ഉണക്കി എടുക്കാൻ പറ്റില്ല. മറിച്ച് കന്നിയിൽ അങ്ങനെയല്ല, കന്നി വരി കടൽ വറ്റുമെന്നാണ്. ആ വേനലിൽ കൊയ്തിറക്കണം എങ്കിൽ വൈക്കോൽ ഉണക്കി എടുക്കാൻ പറ്റും. അപ്പം ചിങ്ങക്കൊയ്ത്തില്ല. അപ്പം നെല്ലില്ല, മുളകില്ല, തേങ്ങയില്ല. പിന്നെ എങ്ങനെയാണത് കാർഷികോത്സവം? അപ്പം ഇതാരോ പറഞ്ഞു, നമ്മളത് ഏറ്റുപാടും. പിന്നെ പറയുന്നത് എന്താ? ഇത് വസന്തോത്സവമാണ്. വസന്തോത്സവം എന്തുകൊണ്ടായിടുന്നത്? പറയുന്നത് പൂക്കളമാണ്. പൂക്കളത്തിൽ ഏതൊക്കെ പൂവാണ് ഇടേണ്ടേ? ഇന്ന് നമ്മൾ തോവാള എന്ന പൂക്കളിറക്കി ഇടും. തോവാള എല്ലാ കാലത്തും പൂ കിട്ടും. ഇനി ഇവിടെ എങ്ങനെ ഇടേണ്ട ഇതിൻ്റെ നിയമമുണ്ട്. ആദ്യത്തെ ദിവസം തുമ്പ, രണ്ടാമത്തെ ദിവസം ചെമ്പരത്തി, മൂന്നാമത്തെ ദിവസം മുക്കുറ്റി, നാലാമത്തെ ദിവസം അരിപ്പൂ, അഞ്ചാമത്തെ ദിവസം കോളാമ്പി. അത് കഴിഞ്ഞ് ഓരോ പൂവും നമ്മൾ ഇരട്ടിച്ചിടണം. 8-ാം ദിവസം മൂലം നക്ഷത്രം, മൂലയുണ്ടാവണം. ബാക്കി എല്ലാ ദിവസവും വൃത്തത്തിലിട്ട് അന്ന് മൂലയിൽ ഇട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ പൂരാടം നക്ഷത്രത്തിൻ്റെ അന്ന് കാക്കപ്പൂ നിർബന്ധമാണ്. കാക്കപ്പൂരാടം എന്ന് പറയും. ഇതെല്ലാം നാട്ടുപൂക്കളാണ്. തുമ്പയും മുക്കുറ്റിയും അരിപ്പൂവും കാക്കപ്പൂവും കോളാമ്പിപ്പൂവും എല്ലാം നാട്ടുപൂക്കളാണ്. ഈ നാട്ടുപൂക്കൾക്ക് പ്രത്യേക കാലമൊന്നുമില്ല. എല്ലാ കാലത്തും പൂത്തിറങ്ങും. കദളി എല്ലാ കാലത്തും പൂക്കും, തുമ്പ എല്ലാ കാലത്തും പൂക്കും, കാക്കപ്പൂ എല്ലാ കാലത്തും പൂക്കും. എല്ലാ കാലത്തും പൂക്കുന്ന പൂക്കളാണ് ഇതൊക്കെ. അതിന് വസന്തകാലം വേണമെന്നില്ല, എല്ലാ കാലത്തും പൂക്കുന്നത്. അതുകൊണ്ട് വസന്തോത്സവം എന്ന് പറയാനും നിവൃത്തിയില്ല. ഇനി മറ്റൊന്നുകൂടി, ഈ പൂക്കളം തിരുവോണം മോഷണം നടത്തിയതാണ്. തിരുവോണത്തിന് പൂക്കളം ഇടുന്നത് ലോകത്തെങ്ങുമില്ല, കേരളത്തിൽ മാത്രമേ. കാര്യം പൂക്കളമിടേണ്ടത്, പാരമ്പര്യമായി പൂക്കളമിടേണ്ടത് കാർത്തിക മാസത്തിലാണ്. കാർത്തിക എന്ന് പറയുന്നത് മഴക്കാലം കഴിഞ്ഞ് ശരത്കാല ആരംഭം, ശരത്കാല പൂക്കൾ പൂത്തിറങ്ങുന്നത് അപ്പോഴാണ് കാർത്തികപ്പൂ വിരിഞ്ഞിറങ്ങുന്നത്. കാന്തൽ പൂക്കൾ ആ സമയത്ത് മാത്രമേ ആ പൂക്കൾ പൂത്തിറങ്ങാറുള്ളൂ. അപ്പോൾ 1 മുതൽ 41 ദിവസം വരെ പൂക്കളമിടണം. 41-ൽ നിന്ന് 30 ചുരുങ്ങി, 30-ൽ നിന്ന് 4 ചുരുങ്ങി, 4-ൽ നിന്ന് 1 ദിവസമായി ചുരുങ്ങി. ഇപ്പം ഇല്ല. കാർത്തിക പൂക്കളമിടുന്ന പതിവ് മലയാളി എന്നേ നിർത്തി. കാരണം കാർത്തികപ്പൂ കിട്ടാനില്ല. റബ്ബർ കയറിയപ്പോൾ കാർത്തികപ്പൂ അപ്രത്യക്ഷമായി. കാർത്തികപ്പൂ എന്ന് പറയുന്ന വലിയ പൂവാണ്. നല്ല മഞ്ഞ നിറമാണ്, അകത്ത് നല്ല കറുപ്പാണ്. കാണാൻ ഏറെ ഒരു പ്രത്യേക ഭംഗിയുള്ള പൂവാണ്. കാർത്തികപ്പൂ നിർബന്ധമാണ്. ഈ 41 ദിവസമുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടി, ഈ കാർത്തിക പൂക്കളവും ശബരിമലയും തമ്മിലും ഒരു ബന്ധമുണ്ട്. ശബരിമല നട തുറക്കുന്നത് വൃശ്ചികം 1 മുതൽ
നമ്മുടെ ഇടവം ധനു 11 വരെയാണ്. ധനു 11-ൻ്റെ അന്നാണ് മണ്ഡലപൂജ, 41 ദിവസം. ഈ 41 ദിവസവും പൂക്കളം ഇടണമെന്നായിരുന്നു പഴയ നിയമം. ഇപ്പം നമ്മളത് ചെയ്യാറില്ല. അപ്പോൾ കാർത്തിക പൂവിടൽ എന്ന് പറയുന്ന അതിപ്രാചീനമായ സമ്പ്രദായത്തിനെ മലയാളി ഇങ്ങോട്ട് കോപ്പി ചെയ്തതാണ് നമ്മുടെ ഓണപ്പൂക്കളം. അല്ലാതെ പൂക്കാലം വേണമെന്നില്ല ഓണപ്പൂക്കളത്തിന്, നിയമം അനുസരിച്ച്. അപ്പോൾ പൂക്കാലം വസന്തോത്സവം എന്ന് പറയുന്നത് സാങ്കേതികമായി ശരിയല്ല, കാർഷികോത്സവം എന്ന് പറയുന്നത് സാങ്കേതികമായി ശരിയല്ല. ഇത് ശരിക്കും ഒരു കുടിയേറ്റ ഉത്സവമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അതിനൊരു പ്ലസ് പോയിൻ്റ് ഉണ്ട്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്രയധികം സ്വാതന്ത്ര്യത്തോടു കൂടി ആഘോഷിക്കാൻ ഒരു ഉത്സവവും നമ്മളെ അനുവദിക്കുന്നില്ല. ക്ഷേത്രബന്ധിയല്ല, ജാതിബന്ധിയല്ല, മതബന്ധിയല്ല. ഇതെല്ലാം വ്യക്തിഗതമായി നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് കുടിച്ചും കുടിക്കാതെയും ഉടുത്തും ഉടുക്കാതെയും ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്ന ഒരു മഹോത്സവം തന്നെയാണ് ഓണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.